ഹലോ ട്രേഡേഴ്സ്, ഞാൻ മിഥുൻ. ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. നിങ്ങൾ സ്റ്റാറ്റസിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലും കണ്ടിരിക്കും. നമ്മളുടെ ഒരു ഫോറക്സ് പാർട്ണർ ആയിട്ടുള്ള എക്സ്നെസിന്റെ കമ്പനിയിലൊന്ന് വന്നതാണ്. അല്ലെങ്കിൽ എക്സ്നെസ് ഒരു ഇവന്റ് മലേഷ്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഓഫീസിലാണ്. സോ അതിനുവേണ്ടി വന്ന ടാഗൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഇതുവരെ വിട്ടുപോയി. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കും. എക്സ്നെസിന്റെ ടാഗ് വിട്ട് എക്സ്നെസിന്റെ ചെലവില് മലേഷ്യയിൽ വന്നിട്ട് മറ്റൊരു ബ്രോക്കറെ റെക്കമെൻഡ് ചെയ്യുന്നവരെ തെണ്ടി എന്ന് അവർ ചോദിക്കും. എനിവേ, എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാം അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ബ്രോക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇന്ത്യൻ മാർക്കറ്റിലല്ല, ഫോറക്സ് മാർക്കറ്റിൽ പുതിയൊരു ബ്രോക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ബ്രോക്കർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽപാരി എന്നാണ് ബ്രോക്കറുടെ പേര്. ഇത് ഒത്തിരി പേർക്ക് അറിയാം. എനിക്കൊന്ന് ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്പ് അത്തരം സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മേ ബി ഫെമിലിയർ ആയിരിക്കാം. ബിക്കോസ് അൽപാരി ഒരു പഴയ ബ്രോക്കറാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കുറെ റെഗുലേഷൻസ് കാരണം ഇന്ത്യയിൽ വൈൻഡപ്പ് ചെയ്ത് ഇപ്പം വീണ്ടും ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതല്ല, നമ്മുടെ FXTM തന്നെയാണ് അൽപാരി. അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും പാരന്റ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണ്. എക്സ്നെഡി എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനി ഓൺ ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോംസ് തന്നെയാണ് FXTM ആണെങ്കിലും അൽപാരി ആണെങ്കിലും. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് FXTM റീസെന്റ് ജോയിന്റ് ആണെങ്കിൽ ഒരു 10 കൊല്ലം 12 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അൽപാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് മാർക്കറ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു 1990-95 ആ കാലഘട്ടങ്ങളിലാണ് അൽപാരി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒത്തിരി രാജ്യങ്ങളിൽ, അതായത് 150 മുകളിൽ രാജ്യങ്ങളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ആൻഡ് ഇവർ ഇന്ത്യയിൽ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ക്ലയൻസിന് കുറേ അഡ്വാൻറ്റേജസ് അൽപാരിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ചോദ്യം വരാം, ഓൾറെഡി FXTM ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സ്നെസ് FXTM പോലുള്ള ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാനൊരു പുതിയ ബ്രോക്കറെ നിങ്ങളുടെ മുമ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് ചോദ്യം വരാം. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ പണ്ട് പറയാറുള്ള പോലെ നമ്മൾ ഒരു ട്രേഡർമാര് ഒരു വര വരച്ച ആ വരയ്ക്കട മാത്രം നടക്കുന്നവരല്ല. നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടുന്നോ അവിടേക്കൊക്കെ ചാടി പോകുന്ന ഒരു കുരങ്ങന്മാരുടെ സ്റ്റൈലിൽ ട്രേഡ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നമ്മുടെ അടുത്ത് പല ആവശ്യങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുന്നവരോട് പറയും, എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറയും അതിനുണ്ടായിക്കോട്ടെ. സോ അതിലും ബെറ്റർ ഒരു ഫെസിലിറ്റി വേറെ അക്കൗണ്ടിൽ തന്നാൽ അതിലേക്ക് മാറും. അപ്പൊ ഞാൻ തന്നെ സെറോദയിലുണ്ട്, ICICIയിലേക്ക് മാറി, IIFL ഉണ്ട്, ആലിസ് ബ്ലൂ ഉണ്ട്. ഓരോരോ കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രോക്കർ ഏതാണോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അൽപാരി ഇപ്പൊ ഇന്ത്യയിൽ റീസ്റ്റാർട്ട് ചെയ്തതും ഇതുപോലെ ഒത്തിരി ക്ലയൻസിനുള്ള ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. ജസ്റ്റ് ലൈക്ക് 1-2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിവറേജ്. എനിക്ക് തോന്നുന്നു FXTM പോലുള്ള പഴയ ബ്രോക്കേഴ്സിലും 1:400 ഒക്കെ ലിവറേജ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അൽപാരിയിൽ 3000 1:3000 വരെ ലിവറേജ് ഉണ്ട്. പക്ഷെ ഇത് ഡേഞ്ചറസ് ആണ്. 3000 പോയാൽ സൂയിസൈഡ് തന്നെ തുല്യമാണ്. നിങ്ങൾക്ക് സൈസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ലിവറേജ് മാത്രം എടുത്ത് ട്രേഡ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ FXTM എനിക്ക് തോന്നുന്നു മിനിമം $200 ഡെപ്പോസിറ്റ് ചെയ്യണം തുടങ്ങാൻ വേണ്ടി. സോ അതില്ലാത്ത ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നിന്ന് തിരികെ പോയിട്ടുണ്ട്. സോ അൽപാരിയിൽ ആ പ്രശ്നമില്ല. $50 തൊട്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് വെറും $50 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5,000 rupees തൊട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ബിഗിനർ ആണ്, ഒരു സ്റ്റുഡന്റ് ആണ്, അങ്ങനെയുള്ളവർക്ക് ഈ പ്രശ്നം വരുന്നത്. ശരിക്കും അത്രയും ക്യാപിറ്റൽ പോരാ. 50,000 മിനിമം 1 lakh തൊട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ, അതും പ്രത്യേകിച്ച് ഫോറക്സ് പ്ലാറ്റ്ഫോമിൽ ഫണ്ട് ആഡ് ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവനൊരു പേരുണ്ടോ, ഇത് ഫണ്ട് വിഡ്രോളും ഡെപ്പോസിറ്റും ഒക്കെ സ്മൂത്ത് ആണോ എളുപ്പമാണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് അക്കൗണ്ട് വേണം. സോ അൽപാരിയിൽ നിങ്ങൾക്ക് വെറും $50 ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് ടൈപ്പിന്റെ കേസ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ സെന്റിലൊക്കെ ഡോളറിലല്ലാതെ സെന്റിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. സീറോ സ്പ്രെഡ് ഉള്ള ഫെസിലിറ്റികളുണ്ട്. പിന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ടിന് ഇൻഷുർഡ് ആണ്. അത് ഇപ്പൊ FXTM ഇൻഷുർഡ് ആണ്, അൽപാരിയും നിങ്ങളുടെ ഫണ്ട് ഇൻഷുർഡ് ആണ്. ദെൻ റെഗുലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാലോ, ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല, അല്ലാതെയുള്ള 15-20 രാജ്യങ്ങളിൽ റെഗുലേറ്റഡ് ആണ്. സോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിലും ഇപ്പൊ UAE റെഗുലേറ്റഡ് ആണ്, അങ്ങനെ കുറച്ച് കൺട്രിയിൽ റെഗുലേറ്റഡ് ആണ്. സോ നമുക്കൊരു എന്താ പറയാ, ലീഗാലിറ്റി കുറച്ചെങ്കിലും കൺഫേം ചെയ്യാനായിട്ട് അത്യാവശ്യം 10-15 നല്ല രാജ്യങ്ങളിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ് അൽപാരി. ആൻഡ് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോഴും പലരും A ബുക്ക് ബ്രോക്കറാണോ B ബുക്ക് ബ്രോക്കറാണോ, ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം നല്ല ബ്രോക്കർ, അതായത് ഓർഡേഴ്സ് കൃത്യമായിട്ട് എക്സ്ചേഞ്ച് പ്ലേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള നല്ല ബ്രോക്കേഴ്സിനെ A ബുക്ക് എന്ന് പറയാം. B ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വൈറ്റ് ലേബൽ എടുത്തിട്ട് ഇപ്പൊ എനിക്കും തുടങ്ങാം ഒരു ബ്രോക്കിംഗ് സ്ഥാപനം. ശരിക്കും എന്റെ ഓർഡർ ഒന്നും പ്ലേസ് ചെയ്യുന്നുണ്ടാവില്ല, ഞാൻ തന്നെ ഒരു ബയർ ആൻഡ് സെല്ലർ ഉണ്ടാക്കും. സോ അതൊക്കെ B ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. ബട്ട് അൽപാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XND ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫണ്ടിംഗ് ഫേമാണ്. ഇവൻ MT5 വരും. അത് MT5 വെബ്സൈറ്റിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ MT5 വെബ്സൈറ്റിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനെ കാണാം. MT5 മെറ്റാഡേറ്റ 5 ലിക്വിഡിറ്റി ആവശ്യം വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ലിക്വിഡിറ്റി പ്രൊവൈഡർക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. അത്രയും ഫണ്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാം അല്ലെ, ബാങ്കുകൾക്ക്, ലോക ബാങ്കുകളൊക്കെ ഫണ്ട് ചെയ്യുന്നത് പോലെ MT5 മെറ്റാട്രേഡർ 5 ഫണ്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആണ് ഈ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു അൽപാരി എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഇത് തന്നെയാണ് നമ്മുടെ ബ്രോക്കർ. സോ MT5 വരെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും വലിയൊരു ബ്രോക്കറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് MT5 ഫണ്ട് ചെയ്യുന്നു,
കുറെ രാജ്യങ്ങളിലെ റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇത്രയും നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് 28-30 കൊല്ലമായിട്ട് മാർക്കറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ബ്രോക്കറാണ്. ഞാനാണെങ്കിലും 2-3 ഇയേഴ്സ് ആയിട്ട് UAE എപ്പോഴും കോൺടാക്ട് ഉള്ള ബ്രോക്കറാണ്. ഇതുവരെ നമുക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട് ഓൾറെഡി അൽപ്പാരിയിൽ. അവർക്കൊന്നും ഇതുവരെ വിഡ്രോവൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അവരൊക്കെ കൂടുതലും UAE ആയതുകൊണ്ട് തന്നെ വിഡ്രോവൽ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നൗ അൽപ്പാരിയുടെ ഈ സേവനങ്ങൾ നിങ്ങൾ ഇന്ത്യക്കാർക്കും അവൈലബിൾ ആണ്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് കോപ്പി ട്രേഡിംഗ്. ഇത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കാണുമ്പോൾ പലരും ചോദിക്കും ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ കോപ്പി ട്രേഡിംഗ് ഉണ്ടോന്ന്. സോ അതിന് ഏകദേശം ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. ബിക്കോസ് കോപ്പി ട്രേഡിംഗ് ഒരു ഫോറക്സ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അൽപ്പാരിയാണ്. സോ ഞങ്ങൾ ഇതുവരെ കോപ്പി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഫീച്ചർ ഞങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റ് ചെയ്യണം, പിന്നെ കുറച്ച് ക്ലയൻസിന് ആഡ് ചെയ്ത് കോപ്പി ട്രേഡ് ചെയ്ത് നോക്കണം. ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് കണ്ടാൽ മാത്രമേ ഞങ്ങൾ ഒരു ബൾക്ക് ലെവലിലേക്ക് കോപ്പി ട്രേഡിംഗ് തുടങ്ങുള്ളൂ. സോ അൽപ്പാരിയിൽ ഈ ഫീച്ചർ ഉണ്ട്. സോ നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഈ കോപ്പി ട്രേഡിംഗ് എത്ര ഭംഗിയായിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊരു സ്റ്റഡി നടത്തിയിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്പ്രെഡിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 0 സ്പ്രെഡോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആവറേജ് എനിക്ക് തോന്നുന്നു വളരെ കോമ്പറ്റേറ്റീവ് സ്പ്രെഡാണ്. മറ്റേ ഏത് ബ്രോക്കർ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും സ്പ്രെഡ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. ഒരു 2.5 പെർ ലോട്ട് എന്നുള്ള ഒരു സ്പ്രെഡ് ഒക്കെ വരെയാണ് അങ്ങ് മാക്സിമം ഇവിടെ എടുക്കുന്നുള്ളൂ. ദെൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI പോലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് ട്രേഡിംഗ് ടിപ്പ് കൊടുക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതിൽ ഒത്തിരി AI കൊണ്ടുവന്നിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് AI വെച്ച് ട്രേഡിംഗ് അനാലിസിസ് ഒക്കെ തരുന്നതിൽ അവർ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് അൽപ്പാരിയിൽ ട്രേഡിംഗ് വ്യൂ കൂടി ഇന്റഗ്രേറ്റ് ആണ്. സോ നിങ്ങളുടെ അനാലിസിസിനും നിങ്ങളുടെ ട്രേഡുകൾ എടുക്കുന്നതിനും ഇത് അല്പം കൂടി ബെറ്റർ ഫീച്ചർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് പിന്നെന്താ, സ്ക്രിപ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റുകളും ട്രേഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 750 പകരം ഈ പറയുന്ന സ്ക്രിപ്റ്റുകൾ ട്രേഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് കറൻസി പേഴ്സ് ട്രേഡ് ചെയ്യാം, കമോഡിറ്റീസ് ചെയ്യാം, ഗോൾഡ് പോലുള്ള ചെയ്യാം, പിന്നെ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികൾ ചെയ്യാം, US സ്റ്റോക്ക് പോലുള്ള സ്റ്റോക്കുകളിൽ വരെ നിങ്ങൾക്ക് ഈ ഫോറക്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. വിച്ച് മീൻസ് നിങ്ങൾ MT5 അല്ലെങ്കിൽ അൽപ്പാരിയുടെ ഓൺ സൈറ്റിലോ പോയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 750-ലധികം സ്ക്രിപ്റ്റുകൾ ട്രേഡ് ചെയ്യാം. പക്ഷെ അത്രയൊന്നും പോകണ്ട അല്ലെ. ഒരു സാധാരണക്കാരന് എന്ത് വേണം, 4-5 സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നല്ലത്. ഇത് ഗോൾഡോ സിൽവറോ പോലുള്ളതിലോ അല്ലെങ്കിൽ മേജർ കറൻസി പേഴ്സ് യൂറോ, USD, GBP പോലുള്ള മേജർ പേഴ്സിലോ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ ഒരു ഫോറക്സ് ട്രേഡർ ആണെങ്കിൽ മടിച്ചു നിൽക്കണ്ട. ഫോറക്സ് ട്രേഡർ ആവുന്നില്ല കേട്ടോ. ഒരു ഫോറക്സ് ട്രേഡർ ആവാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഓൾറെഡി FXCM ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി പോപ്പപ്പ് മെയിലൊക്കെ വരണ്ടാവും. നിങ്ങളുടെ FXCM അക്കൗണ്ട് അൽപ്പാരിലേക്ക് മാറ്റുമോ, അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. നിങ്ങൾ FXCM യൂസർ ആണെങ്കിൽ മേ ബി നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അൽപ്പാരിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് മെസ്സേജ് ഓൾറെഡി കിട്ടുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ സ്വിച്ച് ചെയ്യാം. അല്ല FXCM ഇല്ല, മറ്റേതിനും ബ്രോക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് വെറും $50 മിനിമം ഡെപ്പോസിറ്റ് ആവശ്യമുള്ളൂ. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളുടെ റെഫറലിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഒരു $50 ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്ത് പ്രോസസ് ഒക്കെ ഈസി ആണോ നോക്കാം. MT5 ഒന്ന് ട്രേഡ് പ്ലേസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തുകൊണ്ട് എന്റെ റെഫറൽ തന്നെ വേണമെന്ന് പറഞ്ഞത്, ബിക്കോസ് നമ്മളുടെ സർവീസസ് ഒക്കെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മളുടെ റെഫറൽ ഓപ്പൺ ചെയ്ത ക്ലയൻസിന് മാത്രമുള്ളതാണ്. എന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയല്ല, സൂപ്പർ ട്രേഡ്സ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ട്രേഡർമാരൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ട്രേഡുകൾ സൂപ്പർ ട്രേഡുകളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. എല്ലാ ദിവസവും 5-10 എൻട്രി ആൻഡ് എക്സിറ്റ് വരും, സ്കാൽപ്പിംഗ് ട്രേഡുകൾ വരും. സോ നിങ്ങൾക്ക് നമ്മളുടെ മെന്റേഴ്സിന്റെ ഒപ്പം എടുക്കാം. ദെൻ ഈ ട്രേഡ് എടുത്തിട്ട് ഞങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം ഇത് എന്തുകൊണ്ടാണ് എടുത്തത്. ദെൻ നിങ്ങളുടെ ഡൗട്ടുകൾ അല്ലെങ്കിൽ ട്രയലസിൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കാണുന്ന ഒഫീഷ്യൽ നമ്പറിൽ വാട്സ്ആപ്പിലോ കോളിലോ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് നേരെ ട്രേഡേഴ്സിനോട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആബ്സല്യൂട്ട്ലി ഫ്രീ. അത് മാത്രമല്ല ക്ലാസസ്, നിലവിൽ ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസസ്, മെന്റർഷിപ്പ് ആബ്സല്യൂട്ട്ലി ഫ്രീ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുമില്ല. 2 ദിവസം എന്റെ ബേസിക് ക്ലാസ്സിന് വരൂ. ദെൻ 7 ദിവസത്തെ ക്ലാസ് 20,000-30,000 കൊടുത്തെടുത്തോ. അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ മെന്റേഴ്സും ക്ലാസ്സും ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 7 ദിവസമോ 10 ദിവസമോ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് അത്തരം ക്ലാസ്സസ് ഓൺലൈൻ ഉണ്ടോ ഓഫ്ലൈൻ ഉണ്ടോ, നമ്മുടെ ട്രേഡിംഗ് കഫേസിൽ വന്ന് നമ്മൾ ഈ ട്രേഡേഴ്സ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരുടെ ഒപ്പം ട്രേഡുകൾ എടുക്കാം, ക്ലാസ്സുകൾ പഠിക്കാം. അല്ല ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സിൽ കയറണമെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്ത് ഞങ്ങൾ എടുക്കുന്ന ട്രേഡ് ആ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് ആ ട്രേഡിന് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളെ കൈകാര്യം ചെയ്തോളും അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്തോളും. സോ നമ്മളുടെ ലിങ്ക് വഴി മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. ബൈ.